എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഷിക്കമരുവിനെ ഒരു റൂമിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അവൻ ഇപ്പോഴും ഗംഗയുടെ ഇമാജിനേഷനിൽ പെട്ട് ചില സ്വപ്നങ്ങളിലൂടെ അലഞ്ഞു നടക്കുകയാണ്. അപ്പോഴായിരിക്കും സായ് അവൻ ആവശ്യമായിട്ടുള്ള ഫുഡുമായിട്ട് അവിടേക്ക് വരിക. സായ് ചോദിക്കും, ഷിക്കമരു നീ ഓക്കെ ആണോ? അതിന് ഷിക്കമരു പറയും, ഞാനിപ്പോ സോക്കി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സായ് വീണ്ടും ചോദിക്കും, നിന്റെ കൂടെ വന്നവർക്ക് ഭയങ്കര സ്കില്ലാണല്ലേ, നിനക്ക് തോന്നുന്നുണ്ടോ അവരുമായിട്ട് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെന്ന്? പക്ഷെ ഷിക്കമരു ആണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കില്ല. ഞാൻ ഗെയിം കളിക്കാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ അവിടുന്ന് പോകാൻ പറയും. അത് കേട്ട് സായ് അവനൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കും. ഉടനെ ഷിക്കമരു സായിയോട് ചോദിക്കും, നീ എങ്ങനെ ഇതിൽ പെട്ടുപോയി? നീ ഹിഡൻ ലീഫ് വില്ലേജിലെ ഒരു ധീരനായ ഷിനോബിയാണ്, ടീം 7ലെ ഒരു പവർഫുൾ മെമ്പർ. നീ ആ ഗംഗോയുടെ വാക്കിൽ വീഴുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതിനവൻ പറയും, ഗംഗോയുടെ വാക്കുകളും പ്രവൃത്തിയുമാണ് കറക്റ്റ്. സോ നിനക്കും എന്റെ ടീമിൽ ചേരാൻ വലിയൊരു അവസരം വന്നിരിക്കുകയാണ്. നീയും അവനോട് കൂടെ ചേരുകയാണെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അവൻ നിനക്ക് തരും. അതിന് സായി പറയും, അങ്ങനെയായിരുന്നെങ്കിൽ നിനക്ക് പകരം എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് നറൂട്ടോ വന്നേനെ. പക്ഷെ അവരയച്ചത് നിന്നെയാണ്. സോ എനിക്ക് അത്രമാത്രം വാല്യൂ മാത്രമേ അവർ തരുന്നുള്ളൂ. ഉടനെ ഷിക്കമരു ടെൻഷനാവും. ഷിക്കമരു പറയും, അയ്യോ ഇല്ല, അങ്ങനെയല്ല, നറൂട്ടോയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവിടേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. നീ ഇനിയെങ്കിലും ആ ഗംഗയുടെ കൺട്രോളിൽ നിന്ന് പുറത്തു വരണം. നീ കണ്ണ് തുറക്ക്. അത് കേട്ട് സായിച്ചിരിക്കും. ഞാൻ ഓൾറെഡി എന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ്. ഗംഗോ ആണ് എന്റെ കണ്ണ് തുറപ്പിച്ചതെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടന്നു പോകും. ഉടനെ ഷിക്കമരു അവൻ പറയും, ഉറപ്പായിട്ടും നിന്നെ അവന്റെ കൺട്രോളിൽ നിന്ന് ഞാൻ തിരികെ പിടിക്കും. പഴയ സായിയായി നിന്നെ ഞാൻ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോകും. അതിന് സായ് അവൻ ദേഷ്യപ്പെട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് അങ്ങനെ നടന്നു പോകും. ഷിക്കമരു ആണെങ്കിൽ വീണ്ടും അവന്റെ മൈൻഡില് സോഹി ഗെയിം അത് കളിക്കാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ പ്രദേശം മുഴുവനായിട്ട് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു പ്രത്യേകതരം പൂക്കള് അത് മുഴുവനായിട്ടും പൂത്തൊലഞ്ഞ് കിടക്കുകയാണ്. ഷിക്കമരു അവൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അവന് പിടികിട്ടുക. അവന്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള റൂമിലാണ് സാക്ഷാൽ റോയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷിക്കമരു വിളിച്ചു പറയും, റോ ഇത് ഞാനാണ് ഷിക്കമരു. ഒരു കാരണവശാലും നീ ആ ഗംഗോയുടെ ഇല്യൂഷനില് വീണ് പോവരുത്. നമ്മൾ ഒരു ടീമാണ്, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. പക്ഷെ റോ ആണെങ്കിൽ മറുപടി ഒന്നും കൊടുക്കില്ല. ഷിക്കമരു ഫുൾ കലിപ്പില് ആ ഗംഗോയോട് നിലവിളിച്ചു പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായി ഡയറക്റ്റ് ഏറ്റുമുട്ട്. എന്റെ കൂടെയുള്ളവരെ നീ വെറുതെ വിട്. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചുന്ദരിപ്പെണ്ണ് അവളുടെ മുൻപിലേക്ക് സാക്ഷാൽ ഗംഗോ അവൻ കടന്നു വരും. ഗംഗോ അവളോട് പറയും, ഇത്രയും നാള് നിങ്ങൾ ഫ്യൂഡലാർഡിന്റെ കീഴില് വെറും അടിമകളെ പോലെ ജീവിക്കുകയായിരുന്നില്ലേ? ഇനി നിനക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല. നീ ആഗ്രഹിക്കും പോലെ വളരെ ഹാപ്പി ആയിട്ട് നിനക്ക് ഇവിടെ ജീവിക്കാം. നീ കണ്ണു തുറന്ന് എന്നെ നോക്ക്. പക്ഷെ അവളാണെങ്കിൽ ധൈര്യം മുഴുവൻ സംഭരിച്ച് താഴേക്ക് തന്നെ നോക്കി നിൽക്കും. അപ്പൊ അവളുടെ തൊട്ടു പിന്നിലായി അവളെപ്പോലെ മറ്റൊരു പെൺകുട്ടി വരും. അവളോട് പറയും, നീ ഇനിയും ഒരു ഫ്യൂഡലാർഡിന്റെ കീഴില് അടിമയെ പോലെ ജീവിക്കേണ്ടവളല്ല. നീ ഇവരുടെ കൂടെ നിനക്ക് ആവശ്യമായതെല്ലാം അവര് നിനക്ക് തരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സായ് അവൻ ഷിക്കമരുവിനെ തൂക്കിയെടുത്ത് ഗംഗോയുടെ മുൻപിലേക്ക് വരും. ഗംഗോ പറയും, ഐ എം സോറി, നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതിന് എന്നോട് നീ ക്ഷമിക്കണം. അതിന് ഷിക്കമരു പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. എത്ര താഴ്മയായി സംസാരിച്ചാലും സ്നേഹത്തോടെ മിണ്ടിയാലും ഞാൻ ഒരിക്കലും നിന്റെ മാനിപ്പുലേഷനിൽ വീഴില്ല. അത് കേട്ട് ഗംഗോ ചിരിക്കും. നീയും നിന്റെ അച്ഛനെ പോലെ തന്നെയാണ്. നിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഞാൻ മനസ്സിലാക്കി. എന്നെ തകർക്കാനും ഈ വില്ലേജിലുള്ളവരെ ഇല്ലാതാക്കാനും വേണ്ടിയല്ലേ നീ ഇവിടേക്ക് വന്നത്. പക്ഷെ നിന്നെ കൊണ്ടൊന്നല്ല, ആരെ കൊണ്ടും അത് ചെയ്യാൻ കഴിയില്ല. ഒരു പുതിയ ലോകം അതുണ്ടാക്കാനാണ് ഞാനും എന്റെ ടീമും ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിനോബികൾ ഒരിക്കലും ആരുടെയും അടിമകളല്ല. ഫ്യൂഡൽ ആർട്സിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് പാവകളെ പോലെ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവരല്ല അവരാരും. അതുകൊണ്ടാണ് ഒരുപാട് ഷിനോബികള് ഇപ്പോ എന്റെ അടുത്തേക്ക് ഈ വില്ലേജിലേക്ക് സ്വമനസാലെ വന്നത്. നിങ്ങൾ ആ ടെയിൽഡ് ബീസ്റ്റുകളെ പോലും കൺട്രോൾ ചെയ്ത് ഫൈറ്റ് ചെയ്തില്ലേ? വാറിൽ അവറ്റകളെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചില്ലേ? അതിന് ഷിക്കമരു പറയും, ഇനി ഒരിക്കലും ഞങ്ങൾ അവറ്റകളെ അതിനായി ഉപയോഗിക്കില്ല. അതിന് ഗംഗോ, ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു ടെയിൽഡ് ബീസ്റ്റ്, ഒരേ ഒരു ടെയിൽഡ് ബീസ്റ്റിനെ ഞങ്ങൾക്ക് തായോ. അതിനുശേഷം ഉറപ്പായിട്ടും നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. അത് കേട്ട് ഷിക്കമരു അവൻ അടിച്ചു പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും
ടെയിൽഡ് ബീസ്റ്റിനെ നിനക്ക് വിട്ടു തരില്ല. ഇതിന് മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോന്ന് അവൻ വീണ്ടും ചോദിക്കും. ഉടനെ ഗംഗോ അവൻ ഷിക്കമരുവിനെ കൂട്ടി മറ്റൊരു ഭാഗത്തേക്ക് പോവും. അവർ കുറച്ചു ദൂരം മുൻപോട്ട് നടക്കുമ്പോൾ ഒരു ഡോറ് കാണും. അത് തുറന്നു കഴിയുമ്പോൾ ആ ഗ്രാമത്തിൽ കണ്ട അതേ പൂക്കള് ആ റൂമിൽ മുഴുവൻ ഇപ്പൊ ഷിക്കമരു കാണും. ഗംഗോ പറയും, ഈ പൂവാണ് ഈ ഗ്രാമത്തിലുള്ളവരുടെ ഏക ഭക്ഷണം. ആക്ച്വലി ഈ ഒരു പൂവാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശക്തി. അതിനുശേഷമാണ് ഞാൻ ഈ പൂ കൂടുതൽ എഫക്റ്റീവായി ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയത്. ഷിക്കമരു, നീ നിന്റെ ഷിനോബി ലൈഫ് അതെന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയോ? അതുപോലെ തന്നെ നീ ഡെയിലി ട്രെയിനിങ് എടുക്കുന്നില്ലേ? അത് നിന്റെ പവറും എബിലിറ്റിയും കഴിവും എൻഹാൻസ് ചെയ്യാനല്ലേ? നിന്റെ അച്ഛനും മാസ്റ്ററും അവരെല്ലാവരും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? എനിക്കറിയാം, ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് നീ ഇതെല്ലാം ചെയ്യുന്നത്. ഷിക്കമരു, ഇനിയെങ്കിലും നീ കണ്ണു തുറക്ക്. നിന്റെ എബിലിറ്റി അത് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷിക്കമരു ആണെങ്കിൽ ഇപ്പൊ എന്തോ ഒരു ഇല്യൂഷനിലേക്ക് പതിയെ കടന്നു പോകാൻ തുടങ്ങും. അവനിപ്പോ പതിയെ ഗംഗോയുടെ ആ ഒരു ഇല്യൂഷനിലേക്ക് വീഴാണ്. ഷിക്കമരു ആണെങ്കിൽ അവന്റെ ഫുൾ സ്ട്രെങ്തില് ഒരു കത്തിയെടുത്ത് വീശും. ഗംഗോ വിട്ടുകൊടുക്കില്ല. അവൻ വീണ്ടും ഷിക്കമരുവിനോട് പറയും, നിന്നെപ്പോലുള്ള ഓരോ ഷിനോബികളെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ പൂവ് നീ കാണുന്നില്ലേ, എത്ര സുന്ദരമാണ്. അതുപോലെ തന്നെ നിന്റെ ലൈഫും ഇനി മുതൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നീ ആ പൂവ് അത് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്യേ. അത് കേട്ട് ഷിക്കമരു അവൻ പതിയെ ആ പൂവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കത്തിയെടുത്ത് ആഞ്ഞൊരു വെട്ട്. ആ ഒരു വെട്ടില് ആ പൂവും ചെടിയും എല്ലാം തന്നെ രണ്ടായിട്ട് മുറിഞ്ഞ് ഇപ്പൊ താഴെ വീഴാണ്. ഷിക്കമരു പവർഫുള്ളായി ഗംഗോയെ നോക്കും. ഈ ഒരു ഫ്ലവർ അതുപയോഗിച്ചല്ലേ നീ ഇവിടെയുള്ള ജനങ്ങളെയും പാവപ്പെട്ട ഷിനോബികളെയും മാനിപ്പുലേറ്റ് ചെയ്തത്? എനിക്കറിയാം ഈ ഫ്ലവേഴ്സ് മിസ്യൂസ് ചെയ്താണ് നീ ഇതെല്ലാം ചെയ്തത്. അത് കേട്ട് ഗംഗോ അവൻ ഷോക്കാവും. ഓ, നീ എന്റെ സീക്രട്സ് അത് തിരിച്ചറിഞ്ഞല്ലേ? ഇനി ഒരു കാരണവശാലും ഞാൻ നിന്നെ പുറത്തേക്ക് വിടില്ല. നീ ഇവിടെ തന്നെ ഈ തുറങ്കിൽ കടന്ന് മരിക്കും. ഷിക്കമരു വീണ്ടും ചോദിക്കും, റോയും സോക്കുവും അവർ രണ്ടുപേരും എവിടെ? അപ്പൊ അതേ സമയം അവന്റെ പുറകില് റോയും സോക്കുവും അവർ രണ്ടുപേരും ഓൾറെഡി ഗംഗോയുടെ പവറിൽ പെട്ടുപോയിരിക്കുകയാണ്. കാര്യം മനസ്സിലാക്കിയ ഷിക്കമരു അവിടുന്ന് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. ആ ക്യാസിൽ നിന്ന് ഇപ്പൊ ഇൻഫർമേഷൻ പാസ്സാവും. എല്ലാ ഷിനോബികളും ഇപ്പൊ ഷിക്കമരുവെ അവനെ അന്വേഷിച്ച് ഓരോ മുക്കിലേക്കും മൂലയിലേക്കും ഓടാനായിട്ട് തുടങ്ങും. ഒരുപാട് ദൂരം നിൽക്കാതെ ഓടി ഷിക്കമരുവിന് ഷോൾഡർ പെയിൻ എടുത്ത് അവൻ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കും. ഷിക്കമരുവിനാണെങ്കിൽ ആസുമ സെൻസായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും. ഞാൻ ഒരു കാരണവശാലും ഇപ്പൊ ഇവിടുന്ന് പോവാൻ പാടില്ല. അത് ലീഫ് വില്ലേജിന്റെ തോൽവിയാണ്. മാത്രമല്ല ഇനിയും നമുക്ക് ഒരുപാട് ഷിനോബികളെ നഷ്ടപ്പെടും. റോക്ക് നിഞ്ചകള് കൂടി വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കാസ്റ്റിലേക്ക് ഇപ്പൊ സാക്ഷാൽ ഷിക്കമരു അവൻ നടന്നു വരാണ്. ഷിക്കമരു കാണുമ്പോ തന്നെ റോയും ചുന്ദരി പെണ്ണും അവർ രണ്ടുപേരും അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഷിക്കമരു സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവരെ വെട്ടിത്തിരിപ്പിച്ച് ഒരു ഭാഗത്തേക്ക് വരും. അതിനുശേഷം അവന്റെ ഷാഡോ ജിപ്സു അത് മുകളിലൂടെ കൊണ്ടുവന്ന് അവരെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. ഷിക്കമരു കറക്റ്റ് ആയിട്ട് ഇപ്പൊ റോയെ അവനെ സീൽ ചെയ്യും. ഉടനെ ചുന്ദരി പെണ്ണ് അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഷിക്കമരു ഫുൾ പവറില് ഓടിച്ചാടി ഗംഗോയെ ലക്ഷ്യക്ക് വരികയാണ്. ചുന്ദരി പെണ്ണാണെങ്കിൽ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ഇത്തവണ ഷിക്കമരു അവന്റെ രണ്ട് ചെവിയും അവളുടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരും. സോ അവളുടെ പവർ അതവന്റെ ചെവിയിൽ ഹിറ്റ് ചെയ്ത് ഷിക്കമരുവിന് ഇപ്പൊ ഒന്നും കേൾക്കാൻ കഴിയില്ല. സോ ഇനി അവൻ ആ വില്ലന്റെ വാക്കുകളില് വീണു പോവില്ല. ഷിക്കമരു ചാടി വന്ന് അവൻ അടിക്കാനായിട്ട് അവന്റെ ക്ലോസ് എത്തും. പക്ഷെ അപ്പോഴേക്ക് സായ് അവന്റെ സിംഹത്തെ ഉപയോഗിച്ച് ഷിക്കമരു ഇടിച്ച് താഴെയിടും. അതിനുശേഷം റോ, സായി, ചുന്ദരി പെണ്ണ് അവരെല്ലാവരും ഷിക്കമരുവിന് നേരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാണ്. ചുന്ദരി പെണ്ണാണെങ്കിൽ അവളുടെ പവർ വെച്ച് ഷിക്കമരു ഇടിച്ചു വീഴ്ത്തും. അവൻ ഒരു സെക്കൻഡ് ബോധം പോവും. അപ്പൊ വീണ്ടും അവന്റെ പപ്പയെക്കുറിച്ച് ആലോചിച്ച് കണ്ണു തുറക്കും. പെട്ടെന്ന് അവിടെ മുഴുവൻ വലിയൊരു ശബ്ദം കേൾക്കും. അവൻ മുൻപോട്ട് നോക്കും. സാക്ഷാൽ ചോച്ചിയും ഈനോയും അവരിപ്പോ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഷിക്കമരുവിനാണെങ്കിൽ ഇവിടെ എന്താ നടക്കണേന്ന് മനസ്സിലാവില്ല. അപ്പൊ ടമരി അവൾ അവന്റെ പുറകിലൂടെ വന്ന് അവനെ തൂക്കിയെടുക്കും. ടമരി ആണെങ്കിൽ അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. നിന്നോട് ഞാൻ പലതവണ ചോദിച്ചതല്ലേ, എന്നിട്ടൊരു തവണ പോലും ഇതൊന്നും നീ പറഞ്ഞിരുന്നില്ല. അതിനവൻ പറയും, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ 3 പേരും ചേർന്ന് ഇപ്പോ ഇവരെ 3 പേരെയും കൺട്രോൾ ചെയ്യണം. എനിക്ക് അപ്പോഴേക്കും ആ ഗംഗോ അവനെ പിടിക്കണം. ഉടനെ ടമരി അവൾ ആസ്മ സെൻസയുടെ ബ്ലേഡ് ഇപ്പോ ഷിക്കമരുവിന് ഇട്ട് കൊടുക്കും. അവൻ ആ ബ്ലേഡ് ഉപയോഗിച്ച് ആ ചെയർ തന്നെ വെട്ടിയെറിഞ്ഞ് മുൻപോട്ട് കുതിച്ചു പായുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു.